ശരി ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ PV അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പോലും UDF ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. കോൺഗ്രസ് ആകട്ടെ ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ എന്തിനാണ് PV അൻവറിന്റെ വീട്ടിലേക്ക് വിട്ടത്? PV അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രഹസ്യവും രഹസ്യമായിട്ട് സൂക്ഷിക്കാറില്ല. അതെല്ലാം ഷൂട്ട് ചെയ്ത് വെളിയിൽ വിടുന്നയാളാണ് PV അൻവർ. ഇപ്പോൾ നാണക്കേടായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നാണക്കേടായി. തലയിൽ മുണ്ടിട്ട് പോകുന്നവൻ എന്നുള്ള ഇമേജും വന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത്ര ധൈര്യവാനായ രാഹുലിനെ എന്തിനാണ് രാത്രിക്ക് രാത്രി PV അൻവറിന്റെ വീട്ടിലേക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് അയച്ചത്? മഞ്ജുഷ, നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്ത ഓരോ നിലപാടും വളരെ വ്യക്തമായി UDFന്റെ കൺവീനറോ ചെയർമാനോ KPC പ്രസിഡന്റോ മുന്നണി നേതാക്കളോ സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒന്നും ഇല്ല. രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുലും പറഞ്ഞു, ശ്രീ VD സതീശനും പറഞ്ഞു, KPC പ്രസിഡന്റും പറഞ്ഞു. അതിനപ്പുറത്ത് ആ വിഷയത്തിലൊന്നും സംസാരിക്കാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനില്ല, കാരണം അത്ര നാണക്കേടായി. സംസാരിച്ച് വെറുതെ വഷളാകണ്ട. അല്ല, അങ്ങനെ വളരെ മോശകരമായ ഏതെങ്കിലും ഒരു വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ കൊള്ളക്കാരുടെയോ കൊലപാതകികളുടെയോ വീടിനകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഗോപാലിന് പറയാമായിരുന്നു നാണക്കെടായിരുന്നില്ല. വലിയൊരു MLA അങ്ങനെയല്ല, UDFിലേക്ക് ഇനി ഇല്ല, ഒരു നേതാവും എന്നോട് ചർച്ച ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ച അൻവറിന്റെ വീട്ടിലേക്ക് രാത്രി പോയിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഹംസ തന്നെ പറഞ്ഞല്ലോ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആരാണ് പറഞ്ഞു വിട്ടത് എന്നൊക്കെ അവർക്ക് അറിയാമെന്ന്. മഞ്ജുഷിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അൻവറുമായിട്ട് ചർച്ചയ്ക്ക് ആരെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നേരത്തെ സുഹൃത്ബന്ധമുള്ള ആളുകൾ പോയിട്ടുണ്ട്, അതിനുശേഷവും പോയിട്ടുണ്ട്. രാത്രി പോയി എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയും പകലും തമ്മിലൊക്കെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം മഞ്ജുഷ് കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. രാത്രി പോയി പകല് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ദുരൂഹ സാഹചര്യങ്ങൾ ആരും എവിടെ പോയതാണ്. 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന കേരളത്തിൽ ലൈവായ, കേരളത്തിൽ 9 വർഷം MLA ആയ, നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ പോയി എന്നുള്ളതിനെ ഈ തരത്തിൽ ദുരൂഹതയുടെ എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നൊക്കെ മഞ്ജുഷ് ആലോചിക്കുക. ഞങ്ങൾ അൻവറില്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള അതാണല്ലോ, ഒരു ആത്മവിശ്വാസ കുറവാണല്ലോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശ്രീ നിജേഷ്. അത് ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒക്കെ ശരി, നിങ്ങളുടെ കാര്യം. പക്ഷേ ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. എന്തിനാണ് ഈ അൻവറിനെയൊക്കെ കൂടെ കൂട്ടുവാനായിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത്? അല്ല, അങ്ങനെ മഞ്ജുഷിന്റെ ഒരു മാധ്യമ പ്രവർത്തന കാലത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാളെ കൂടെ കൂട്ടാനുള്ള വല്ലാത്ത അധ്വാനമുള്ളതായി ഫീൽ ചെയ്ത എന്തെങ്കിലും ഒരു ഘട്ടമുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. അവസാനത്തെ ബൈ ഇലക്ഷനാണ്. ഈ ഗവൺമെന്റിന്റെ അഴിമതിയാണ്, പൊള്ളത്തരമാണ്, കള്ളത്തരമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിന്റെ പിന്നോക്കാവസ്ഥയാണ്. ചിതറിക്കിടക്കുന്ന ആ മണ്ണിനെ, 6 പുഴകളുള്ള, ഒരുപാട് ആദിവാസി ഊരുകളുള്ള, റോഡുകളില്ലാതിരുന്ന ഒരു നിലമ്പൂരിനെ നിലമ്പൂരാക്കി മാറ്റിയ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകളാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനമാണ്. അത് പിന്നീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനപ്പുറത്തുള്ള ചർച്ച ഞാനും നിങ്ങളും ഇവിടെ വരുന്ന ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ നിലമ്പൂരിലാണ്, വന്നതേ ഉള്ളൂ, നിലമ്പൂരിലാണ് ഉള്ളത്. അവിടെയുള്ള ചർച്ച ഇതൊന്നുമല്ല. അത് അവിടെയും 12 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ കണക്കൂട്ടുന്നത് UDFും LDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, നേരത്തെ നിലമ്പൂരിന്റെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയ, നിലമ്പൂരിലെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി, UDFന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. VV പ്രകാശിന്റെ വീട്ടിൽ PV അൻവർ പോകുന്നു. VV പ്രകാശിന്റെ മരണത്തിന് കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ പെരുമാറ്റമാണ്, തോൽപ്പിക്കാൻ ശ്രമിച്ചതാണ്, ഇങ്ങനെയൊക്കെ PV അൻവർ പറയുന്നു. ഇതിലൊന്നും ഒരു പ്രശ്നവും തോന്നുന്നില്ലേ കോൺഗ്രസിന്? അല്ല, അവിടെ ഞാൻ പറഞ്ഞു, ഞാനൊരു സ്ഥാനാർത്ഥിയായി വന്ന ഒരാളുടെ സംസാരങ്ങളെ എടുത്ത് അതിനെ ഇഴകീറി പരിശോധിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. മഞ്ജുഷിന് സമയം കിട്ടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസ്താവനകളും എടുത്ത് പരിശോധിക്കുക. ഒരു മാധ്യമ പ്രവർത്തകൻ നിലയ്ക്ക് അതിന്റെ വിശ്വാസ്യതയും അതിന്റെ കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മഞ്ജുഷ് തന്നെ പലപ്പോഴും നേരത്തെ ഇൻട്രഡക്ഷനിലൊക്കെ പറഞ്ഞു. ഞാനത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും കൂടുതൽ MPമാരുള്ള 4ാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ വില കുറച്ചു കാണാൻ തയ്യാറില്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്ന
മുഖ്യമന്ത്രിയാണ്, അഖിലേന്ത്യാ പ്രസിഡന്റാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ വില കുറച്ച് കാണാനൊന്നും ഞാൻ അവിടെ തയ്യാറല്ല. അദ്ദേഹം മുൻ MLA ആണ്, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പിന്നെ ഞങ്ങളുടെ എതിരാളി, അദ്ദേഹം ഞങ്ങളുടെ എതിരാളി അല്ലാത്തത് കൊണ്ട് തന്നെ, ഞങ്ങളുടെ എതിരാളി CPM സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ CPM ഭരണമാണ്. സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രശ്നമില്ല. CPM ഭരണം, പിണറായി വിജയൻ, അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഇഷ്യൂ ആണ്. പിണറായിസം ഇഷ്യൂ ആണ്, അഴിമതി ഇഷ്യൂ ആണ്, നിലമ്പൂരിലെ പിന്നോക്കാവസ്ഥ ഇഷ്യൂ ആണ്. അത് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ, കൺസേൺ ഉള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കേണ്ട. അൻവറിന് എവിടെ വേണമെങ്കിൽ പോവാം, LDF സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോവാം, UDF സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എവിടെ വേണമെങ്കിലും വോട്ട് ചോദിക്കാം. അപ്പൊ ആ ഒരു ആളുടെ വിശ്വാസ്യത, ഓരോരുത്തരുടെയും വിശ്വാസ്യതയ്ക്ക് ഒരളവുകോലുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഞാനിപ്പോ മഞ്ജുഷ വിളിക്കുന്നു, ഞാൻ ചർച്ചയ്ക്ക് വരുന്നു, കോൺഗ്രസിന് പ്രതിനിധിയായിക്കൊണ്ട് നാളെയും വരുന്നു. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെയും അതുവിനെ ആവർത്തിച്ചാൽ മറ്റന്നാൾ എന്നെ മഞ്ജുഷ വിളിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ ഒരു കാര്യത്തിൽ എങ്ങനെ വേണം, ഏത് അളവുകൾ വെക്കണമെന്ന് മഞ്ജുഷിന് ആലോചിക്കാം, പറയാം. ഞങ്ങളുടെ പോരാട്ടം ദയവ് ചെയ്ത് നിലമ്പൂർ ബൈ ഇലക്ഷനെ, കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിലെ ഒരു വലിയ നാഴികക്കല്ലാവുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ ശരിയായ അർത്ഥത്തിൽ കാണാൻ 4 കൊല്ലത്തെ അല്ലെങ്കിൽ 9 സംശയമില്ല, ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി ആകണം, ഒരു വിധിയെഴുത്താകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും UDFന്റെ ഈ ആത്മവിശ്വാസ കുറവാണ് ആശങ്കയുണ്ടാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ജനവിധി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവിടെ UDFന്റെ ഒരു ഷുവർ സീറ്റാണ്. ഈസി വാക്ക് ഓവർ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ നടന്ന ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസി വാക്ക് ഓവർ ആണ് UDFനെന്ന്. പക്ഷേ അതുകൊണ്ട് കളയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസും UDFുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ലീഗിനുള്ളിൽ പോലും ചില അസംതൃപ്തിയുണ്ട് ഈ കോൺഗ്രസുകാർ ഈ വിഷയം ഇത്രയും വഷളാക്കിയതിന്. പക്ഷേ ശ്രീ BN ഹസ്കർ, നിങ്ങൾ അത് കണ്ട് കൊതിക്കുകയൊന്നും